എന്തുകൊണ്ടായിരിക്കും ചില വ്യക്തികൾ അവരുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ആ ബിസിനസ് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നതിനിടയിൽ തന്നെ ഇൻറ്റേർണലി കൊളാപ്സ്ഡ് ആയി പോകുന്നൊരവസ്ഥ വരും. ആ ഹൈ പെർഫോമൻസിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ചില ആളുകളുണ്ടാവും. കൺഫ്യൂസ്ഡായി പോകുന്നൊരവസ്ഥകൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയിട്ടുള്ള പേടികൾ അടക്കമുള്ള ചില സാഹചര്യങ്ങളിലൂടെ ചില ആളുകൾ കടന്നു പോകാറുണ്ട്. എങ്ങനെയായിരിക്കും ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുക? ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകാനുള്ളൊരു കാരണങ്ങളായിട്ട് വരുന്നത്? പരാജയം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിജയം എന്ന് പറയുന്നത്. പരാജയത്തെക്കുറിച്ചുള്ള ഭയവുമുണ്ട്, വിജയത്തെക്കുറിച്ചുള്ള ഭയവും മനുഷ്യർക്കുണ്ട്. ഇപ്പോൾ പല ആളുകളും വളരെ ലോഫ്റ്റി ആയിട്ടുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നു, അത് പെർസ്യൂ ചെയ്യുന്നു, പക്ഷെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭമുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, താൻ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ പരാജയപ്പെട്ടു പോയാൽ അതിനെനിക്ക് നേരിടാൻ സാധിക്കുമോ, ആ പരാജയത്തെ നേരിടാൻ സാധിക്കുമോ എന്നുള്ള പേടിയാണ് കുറേ ആളുകൾ തുടങ്ങാൻ തന്നെ താമസമെടുക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങാൻ തന്നെ മടി കാണിക്കുന്നത്. പക്ഷെ കുറേ ആളുകൾക്ക് ഈവൻ വിജയത്തെ പോലും അഫോർഡ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ആ വിജയം നേരിട്ട് കഴിയുമ്പോൾ, വിജയം വന്നു കഴിയുമ്പോൾ അതിനെങ്ങനെയാണ് താൻ ഫിയർ ഓഫ് സക്സസ് അല്ലേ? ഫിയർ ഓഫ് സക്സസ് ആസ് വെൽ ആസ് ഫിയർ ഓഫ് റിജക്ഷൻ. ആ വലിയ വിജയത്തെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ, വിജയത്തെ എനിക്ക് എംബ്രേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഭയമുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ഈ യാത്രയുടെ മധ്യത്തിൽ നിർത്തിപ്പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഈ ഫിയർ ഓഫ് സക്സസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷനാണ്. ഇത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റാണ്. തുടങ്ങാൻ ആഗ്രഹിച്ചു, തുടങ്ങി, പക്ഷേ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അത് പരാജയപ്പെടുമോ എന്നുള്ള പേടി ഒരു വശം, ഇനി പരാജയപ്പെട്ടാൽ അതിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഭയം. ഇത്തരം ധാരാളം ഭയങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും വിജയത്തിൻ്റെ അടുത്തെത്തിക്കഴിയുമ്പോഴായിരിക്കാം ആ വിജയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടാൻ കഴിയാതെ പിൻവാങ്ങുകയും ആ ലക്ഷ്യം മറ്റു പല ആളുകളും വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഇൻറ്റേർണൽ സ്ട്രഗിൾസാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ആളുകൾ അത് നേരിടാൻ എന്താണ് കോൺസിക്വൻസ്. അപ്പോൾ നമ്മളെപ്പോഴും അതിനെ ഒരു ഹൈ പെർഫോമൻസ് കോച്ചിങ് നമ്മൾ പറയുന്നത് വി ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ദ ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഫോക്കസ് ചെയ്യുക. എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ നാം ആലോചിക്കുകയോ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള കാരണമുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, വിജയത്തെ, സക്സസ്സിനെ നമുക്ക് കാണാം, സക്സസ്സിനെ എഴുതാം, സക്സസ്സിനെ നമുക്ക് പറയാം. പക്ഷേ അത് നമ്മെ ഒരിക്കലും ഒരു ഭാരം മാറ്റി കൊണ്ടുവരുന്ന രീതിയിൽ മാറാതിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഭയം പരാജയത്തെ എങ്ങനെ ഭയക്കുന്നു, അതുപോലെ തന്നെ ആളുകൾ വിജയത്തെയും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകളും തങ്ങളുടെ വിജയങ്ങൾ ഒന്ന് പുറത്ത് പറയാൻ പോലും പഠിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള ആംഗിളെല്ലാം പറയുമ്പോൾ നമ്മളെക്കാൾ അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന റിച്ച് ആയിട്ടുള്ള പെർഫോം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ദേ ആർ വെരി മച്ച് സ്കെയർഡ് അബൌട്ട് സെലിബ്രേറ്റിംഗ് ദാറ്റ്. പുറത്ത് പറയാൻ അവർക്ക് പേടിയാണ്. എൻ്റെ വിജയത്തെ വേറെ ആളോട് പറയാനായിട്ട് പോലും ഭയപ്പെടുന്ന ആളുകൾക്ക്. ഞാൻ ബീയിങ് എ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് കോച്ചായിട്ടുള്ള ഞാൻ ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നതാണ്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എൻ്റെ വിജയത്തെ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് നെഗറ്റീവായുള്ള എനർജിയായി മാറുമോ, അതല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കിട്ടുമോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പരാജയത്തെയാണെങ്കിലും വിജയത്തെയാണെങ്കിലും എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും എന്താണ് ഔട്ട്പുട്ട് എന്ന് ചിന്തിക്കാതെ തന്നെ ഇന്നത്തെ പ്രോസസ്സിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. വലിയ ലക്ഷ്യം വെക്കുന്ന ഒരാൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വലിയ ലക്ഷ്യം വെക്കുന്നയാൾ ആദ്യം ലക്ഷ്യത്തെ കാണുക. ആ ലക്ഷ്യം കാണാനായി, ലക്ഷ്യം നേടാനായി ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയാണ് ആ ഒരു വ്യക്തിക്കുണ്ടാകേണ്ടത്. അല്ലാതെ എപ്പോഴും ആ വിജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ഓർത്തിരിക്കുന്ന ആൾക്ക് ഒരിക്കലും ലക്ഷ്യം നേടുവാനായിട്ട് സാധിക്കില്ല. അപ്പം പിന്നെ വിജയത്തെ പറ്റിയിട്ടുള്ള ഫിയർ അവിടെ തുടങ്ങും അല്ലേ? വിജയത്തെ താങ്ങാൻ സാധിക്കുമോ, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തെ നിലനിർത്താൻ സാധിക്കുമോ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരാജയത്തിൻ്റെ ഭീതിയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് നിലനിർത്താൻ സാധിക്കുമോ. സ്റ്റേയിങ് സക്സസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, പക്ഷേ ആ വിജയത്തിന് അടുത്ത വിജയത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ കഠിനമായിട്ടുള്ളതാണ്. അതിന് കൺസിസ്റ്റൻസി വേണം, പെർസിസ്റ്റൻസ് വേണം. വിജയത്തെ എനിക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പല ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ
വളരെ പോപ്പുലർ സെലിബ്രിറ്റീസിൻ്റെ ആളുകളൊക്കെ അവർ വലിയ രീതിയിൽ താരപ്രതിഭ അല്ലെങ്കിൽ പ്രഭയുള്ള ആളുകളായിട്ട് അവർ സമൂഹത്തിലുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എൻ്റെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിക്കും. അവിടെ പല സെലിബ്രിറ്റീസൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അവർ എത്ര സക്സസ്ഫുൾ ആണ്, എത്ര പണമുണ്ട്, എന്തോ ഒരു ഫാൻസും ഫോളോവേഴ്സുമാണ്. ഒരു സുപ്രഭാതം കേൾക്കുകയാണ് ഈ നടി, ഈ നടൻ അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വിജയത്തെയും ആളുകൾക്ക് ഭയമുണ്ട്. വിജയത്തെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും? സ്റ്റേയിങ് ഇൻ സക്സസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഒരു പെട്ടെന്ന് സക്സസ്സിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. പെട്ടെന്ന് സക്സസ് ആകുന്ന ആളുകൾക്ക് സക്സസ് നിലനിർത്താനായിട്ട് സാധിക്കുകയില്ല. എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. പെട്ടെന്ന് വിജയിച്ചാൽ ആ വിജയം നിലനിർത്താനായിട്ട് പലപ്പോഴും സാധിക്കണമെന്നില്ല. ലൈഫ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ലൈക്ക് എ ലാഡർ എന്ന് പറയും. ഒരു കോണിപ്പടി കയറുന്ന പോലെയാണ് നാം ജീവിതത്തിൻ്റെ വിജയത്തെ ആസ്വദിക്കേണ്ടത്. അത് തുടർച്ചയായി ചെയ്യുന്ന വഴിയാണ് വലിയ വിജയങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പരാജയത്തിൻ്റെ ഭയവും ഒപ്പം തന്നെ വിജയത്തിൻ്റെ ഭയവും വളരെ ചെറുപ്പകാലങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നതാണ്. മാതാപിതാക്കൾ വഴിയോ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ വഴിയോ എല്ലാം ഉണ്ടാകുന്നതായിട്ടുള്ള ഭയങ്ങളാണ് മനുഷ്യനെ ഈ പറയുന്ന വിജയത്തിലേക്ക് എത്താനോ പരാജയത്തെ നേരിടാനോ കഴിയാത്ത രീതിയിൽ തളർത്തിയത്. ഇപ്പോൾ പരാജയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ അവർ സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നന്നായി എഴുതുന്ന ആളുകൾ അവരുടെ ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞാൽ അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വലിയ പരീക്ഷകൾ എഴുതി ജയിക്കാൻ കഴിവുള്ള ആളുകൾ അവർക്ക് പരീക്ഷ നേരിടാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അവർ എവിടെയോ ഒരു പരാജയം രുചിച്ചിട്ടുണ്ട്. എവിടെയോ ചെറുപ്പകാലഘട്ടങ്ങളിൽ ജീവിതാനുഭവത്തിൽ അവർ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഒരു വാക്കോ ഒരു ധ്വനിയോ അവരുടെ മനസ്സിലോ ചിന്തയിലോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതിയെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഇതിനെ നാം നമ്മുടെ ബ്രെയിനിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് എന്നെല്ലാം പറയും. പല ആളുകൾക്കും ഒട്ടുമിക്ക ആളുകൾക്കും വലിയ പൊട്ടൻഷ്യൽ ആളുകളായിട്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പൊട്ടൻഷ്യലും അവരുടെ സ്കില്ലും കണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. ദേ ഹാവ് ഹ്യൂമൻസ് പൊട്ടൻഷ്യൽ വിത്തിൻ ദം. ബട്ട് അവർക്ക് അതിനെ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും, പക്ഷേ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പോയി അവർ അവസാനിക്കുകയാണ്. ഇത് വലിയൊരു പ്രശ്നമുള്ള ഒരു മേഖല തന്നെയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിജയത്തിലേക്ക് ഒരാൾ എത്തി എന്ന് വിചാരിച്ചുള്ളൂ, ഒരു സക്സസ്സിലേക്ക് എത്തുന്നു. എത്തിയതിന് ശേഷം അതിലെങ്ങനെ അയാൾക്ക് നിലനിൽക്കാൻ കഴിയും? അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള വിജയത്തിലേക്ക് അയാൾക്ക് വീണ്ടും എങ്ങനെ ആ യാത്ര തുടരാൻ കഴിയും? അതിന് അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കൺസിസ്റ്റൻസി. ഒരു വിജയിക്കുന്ന ആളിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ്. തുടർച്ചയായി പോകാൻ സാധിക്കുന്ന ഒരു മനോഭാവമാണ് ആൾക്ക് വേണ്ടത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസം 1% പ്രോഗ്രസ് ഉണ്ടാക്കുന്നയാൾ അയാളാണ് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കാൻ പോകുന്നയാൾ. അതിനെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാറുണ്ട്. ഒരു ദിവസം ഇത്ര രൂപ വെച്ച് സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ റിട്ടേൺസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് സ്കില്ലിൽ നമ്മൾ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിട്ടേൺസ് നമുക്ക് കിട്ടും. അപ്രകാരം ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കുന്നവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ സാധിക്കുക? ഒരു പ്രാവശ്യം വിജയിച്ചു അല്ലെങ്കിൽ വിജയിക്കാനുള്ള യാത്രയിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ എപ്പോഴും അതിനെ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് ചെറുതായി തുടങ്ങുവാൻ സാധിക്കുക. വലിയതായി തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത് നിലനിർത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ സിസ്റ്റം എല്ലാം ഇതിനെ താങ്ങാൻ കഴിയാത്ത രീതിയിൽ നമ്മളിലേക്ക് വരും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇന്ന് ഇതിന് എത്രമാത്രം പ്രോഗ്രസ് ചെയ്തു, ഇന്ന് ഞാൻ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ള ചിന്തയോടുകൂടി മാത്രമേ ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ദിവസവും നമ്മൾ എഴുതുക. നമ്മുടെ വലിയ ഗോൾസ് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നാളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീക്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ വിലയിരുത്തുക. ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ 1% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തോ, നാളെ ഞാൻ അടുത്ത ആഴ്ച എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫിലിം ഡയറക്ടേഴ്സ് ഇവരെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു ഫിലിം സ്റ്റാറായി മാറുന്നത്. വർഷങ്ങളുടെ കഠിനാധ്വാന ശേഷമാണ് അവരൊരു വലിയ വിജയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചെറുതായി ആ ആക്ഷനെ തുടരെ ചെയ്യുന്ന വഴിയാണ് ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സിസ്റ്റമാണ്. സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൈക്രോ അസൻ മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തഡോളജിനെ ഞാൻ
പൊതുവെ ഫോളോ ചെയ്യുന്നത്. അതിൽ മൈക്രോ അസെൻറ്റ്, ചെറുതായി മുന്നോട്ട് പോവുക, ചെറുതായി മുന്നോട്ട് യാത്ര ചെയ്യുക. അത് നമുക്ക് മൈക്രോ റിവ്യൂ സിസ്റ്റം ഉണ്ട്, മൈക്രോ ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട്, മൈക്രോ ഹാബിറ്റ് ഉണ്ട്, മൈക്രോ ആക്ഷൻ ഉണ്ട്, മൈക്രോ തിങ്കിങ് ഉണ്ട്. എല്ലാം മൈക്രോ തലത്തിൽ നമ്മുടെ ചിന്തകൾ എന്താണെന്നുള്ളതും നമ്മുടെ ആക്ഷൻ എന്താണെന്നുള്ളതും നമ്മുടെ ഫീലിംഗ് എന്താണെന്നുള്ളതും ഇമോഷൻസ് എന്താണെന്നുള്ളതും കൃത്യമായ അവയർനെസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഹൈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അയാൾ എന്തിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പല ആളുകൾക്കുമുള്ള ആഗ്രഹമാണ് ഹൈ പെർഫോമർ ആകണമെന്നുള്ളൊരാഗ്രഹം. പിന്നെ എപ്പോഴും അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഹൈ പെർഫോമർ ആകേണ്ടത്? നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ടോ ഇന്ന മേഖലയിൽ ഹൈ പെർഫോമർ ആകണം? അത് നമ്മൾ പറയുന്ന നിഷ് ഏരിയ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിലെ വ്യക്തിക്ക് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് ക്ലാരിറ്റി റിപ്പോർട്ട് എന്ന് പറയും. നിങ്ങൾ ഏത് മേഖലയിൽ ഹൈ പെർഫോമർ ആകണമെന്നുള്ളതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ? പലർക്കും അറിയില്ല. പലരും പല രീതിയിലുള്ള, ചില ആളുകൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ചെയ്യുന്നു, പല എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഒപ്പം ജോലി ചെയ്യുന്നു. അങ്ങനെ പല മേഖലയിൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. അതെങ്ങനെ കണ്ടെത്തും? അപ്പോൾ നിഷ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പല ടൂളുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിക്കിഗായ് പോലുള്ള മെത്തേഡുകളുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ക്ലാരിറ്റി ടൂളുണ്ട്. ഈ ടൂൾ വെച്ച് നമ്മൾ ഒരു ആൾക്ക് 3 days കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആൾ എത്രമാത്രം ഏത് മേഖലയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെല്ലാ മനുഷ്യരും അവർക്ക് സ്കില്ലുള്ള ഏതൊരു മേഖലയുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും മിഷൻ അല്ലെങ്കിൽ സക്സസ് ആക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് ഈസ് വിത്ത് എ പർപ്പസ്. ഈ ലോകത്തിൽ ആരും ഒരു പർപ്പസ് ഇല്ലാതെ ജനിക്കുന്നില്ല, ജനിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മേഖലയിലാണ് നാം വിളങ്ങേണ്ടത്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ലോകത്തിലെല്ലാവർക്കും ഒരേ ജോലിയാണെന്ന് വിചാരിക്കില്ല. പല ആളുകളും വിചാരിക്കും എൻ്റെ കൂട്ടുകാരൻ അങ്ങനെയായി, എൻ്റെ കൂട്ടുകാരൻ വിദേശത്ത് പോയി, അല്ലെങ്കിൽ കൂട്ടുകാരൻ CA പരീക്ഷ പാസ്സായി, അല്ലെങ്കിൽ കൂട്ടുകാരൻ ബിസിനസ് ചെയ്തു, അയൽക്കാരൻ വലിയ വീട് വെച്ചു, അതുപോലെ ഞാനും ഫോളോ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിൽ വലിയ മണ്ടത്തരം വേറെയില്ല. എൻ്റെ മേഖല എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? പല പേരൻസിനും പറ്റുന്ന അബദ്ധമാണ് തങ്ങളുടെ പിള്ളേരെ ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് നീയും എഞ്ചിനീയർ ആകും, ഞാൻ ടീച്ചർ ആയതുകൊണ്ട് നീയും ടീച്ചറാകും, ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് നീയും ഡോക്ടറാകും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ AI ട്രെൻഡാണ്, അതല്ലെങ്കിൽ റോബോട്ടിക്സ് ട്രെൻഡാണ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ട്രെൻഡാണ്, നിങ്ങൾ അതിന് പോകും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് അപ്സെറ്റ് തിങ് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താ, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് തീർച്ചയായും സാധിക്കണം. അപ്പോൾ അതിനകത്ത് പൊതുവെ പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു മേഖല എന്താണ്? അത് മ്യൂസിക്കാണോ, ആർട്ടാണോ, ഡയറക്ഷനാണോ, എഞ്ചിനീയറിംഗ് ആണോ, മാത്തമാറ്റിക്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ആണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം, അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ടുള്ള പാഷൻ എന്ന് പറയുന്ന കാര്യം. നിങ്ങളുടെ പാഷനെ കണ്ടെത്തുക. നമ്മൾ പല എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. പല ആൾക്കാർക്കും പറയും എനിക്ക് പല കാര്യങ്ങളിൽ പാഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, 5 കാര്യങ്ങളിലാണ് പാഷൻ ഉള്ളത്. വീണ്ടും നമ്മൾ സബ് ലിസ്റ്റ്, ഇതൊക്കെ എല്ലാം കൺസൾട്ടേഷൻ മെത്തഡോളജി വരുന്നതാണ്. കാരണം അത് പല സിറ്റിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ അവരെ അത് ഫ്രീസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ 5 പാഷനുള്ള ആളെ നമ്മൾ 5-ൽ നിന്ന് 1-ലേക്ക് എത്തിക്കുന്ന മെത്തഡോളജി ഉണ്ട്. ആ 1-ലേക്ക് എത്തുക എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 1-ലെത്തി നീ അതിനുള്ളൊരു എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പാഷൻ പറഞ്ഞു, എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ വലിയ പാഷനാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എത്രമാത്രം സ്കില്ലുണ്ട് ആ മേഖലയിൽ? ഞാൻ പറയുന്നത് ഞാൻ വലിയ മ്യൂസിക് പാഷനുള്ള ആളാണ്, അല്ലെങ്കിൽ കൊറിയൻ ബാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെൻ്റെ പാഷൻ. എനിക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സ്കില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടായതുകൊണ്ടും യാതൊരു കാര്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹൈ പെർഫോമർ ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഫിനാൻഷ്യലിയും പ്രൊഫഷണലിയും റിലേഷൻഷിപ്പ് വൈസ് സക്സസ് ആകേണ്ടത് ആവശ്യമാണ്. പണം ഉണ്ടാക്കാൻ കഴിയുന്നതിന് ഹൈ പെർഫോമർ ആകുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ ഫെയിം ക്രിയേറ്റ് ചെയ്യേണ്ടതും ഹൈ പെർഫോമൻസിൻ്റെ ആവശ്യമാണ്. സന്തോഷം നമുക്ക് വലിയ ആവശ്യമാണ്. ഒരു ചോദ്യമാണ്, ഈ പറയുന്ന പാഷനെ ഫോളോ ചെയ്താൽ ഈ സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ കാര്യം ചെയ്താൽ സമൂഹത്തിന് എന്താണ് ഗുണം? ഇതുകൊണ്ട് സമൂഹത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എപ്പോഴും ഒരു തമ്പ് റൂളായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ കൊടുക്കുവാൻ സാധിക്കും, നിങ്ങളുടെ സർവീസ് കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് എത്രമാത്രം ഗുണമാണ് മനുഷ്യർക്കുണ്ടാകാൻ പോകുന്നത്. അവിടെയാണ് ഹൈ പെർഫോമർ ആകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മ്യൂസീഷ്യൻ ആയിരിക്കാം, മ്യൂസീഷ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കും, വളരെ സ്ട്രെസ് കുറയ്ക്കുവാൻ സാധിക്കും. പക്ഷെ കുറേ കൂടി മൈക്രോ തലത്തിലേക്ക് പോവുക, നിങ്ങളുടെ മ്യൂസിക് എന്തുകൊണ്ട് മറ്റുള്ള മ്യൂസിക്കുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, നിങ്ങളുടെ കോച്ചിങ് എങ്ങനെ
മറ്റുള്ള കോച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? നിങ്ങളുടെ അധ്യാപനം എങ്ങനെ മറ്റുള്ളവരുടെ അധ്യാപനത്തിൽ വ്യത്യസ്തമാകുന്നു? നിങ്ങളുടെ ബിസിനസ് പ്രൊഡക്റ്റ് എങ്ങനെ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? ആ വ്യത്യസ്തത കൊണ്ടുവരേണ്ടത് വാല്യൂവിലാണ്. മനസ്സിലായി. എത്രമാത്രം വാല്യൂ നിങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നു, എത്രമാത്രം വാല്യൂ കൊടുക്കുന്നു, അത്രമാത്രം ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി പണം കൊടുക്കുവാനും തയ്യാറാകും. ഇന്ന് പണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെങ്കിൽ കൂടെയും നിങ്ങൾ എത്രമാത്രം വാല്യൂ കൊടുക്കുന്നു അത്രമാത്രം പണം ആളുകൾ തരാൻ തയ്യാറാണ്. അത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. ആളുകൾ വിചാരിക്കും പണം തരാൻ ആളുകൾക്ക് മടിയാണ്, ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ ഭയങ്കര പാടാണ്, എല്ലാവർക്കും ഇതേ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത് കിട്ടുന്നില്ല, ഇവർക്കിത് കിട്ടുന്നില്ല, ഞാൻ ഇത്രയും ട്രൈ ചെയ്തതാണ് എനിക്ക് കിട്ടുന്നില്ല. പലരും പറയുന്ന ഈ എക്സ്ക്യൂസ്, ഞാൻ ഇതൊക്കെ ചെയ്തതാണ്. അങ്ങനെ പറയുന്ന ആൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ ഇതൊക്കെ ചെയ്തതാണ്. പല ബിസിനസ്സുകാരും പറയുന്നതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടതാണ്. അപ്പം അങ്ങനെ പറയുന്നവർക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് പകരം ചിന്തിക്കേണ്ടത്, ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ വ്യത്യസ്തമായി എന്താണ് ചെയ്യുന്നത്, എത്രമാത്രം അഡീഷണൽ വാല്യൂ ആണ് ഒരു കൺസൾട്ടൻറ്റ്, ഒരു ഓൺട്രപ്രണർ, ഒരു ടീച്ചർ, ഒരു ടെക്നീഷ്യൻ, ഒരു ആർക്കിടെക്റ്റ് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈ 4 മേഖലകളുടെയും കോമ്പിനേഷനിലൂടെയാണ് നമ്മൾ ഒരു നിഷ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കോർ സ്ട്രോങ് ഏരിയ കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര കുറേ കൂടി നമ്മൾ ആദ്യം പറഞ്ഞ കൺസിസ്റ്റൻസി, ഫോക്കസ്, റിവ്യൂ സിസ്റ്റം, ഇതുവഴി നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഹൈ പെർഫോമർ ആകുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഗോൾ കണ്ടെത്തി, ലക്ഷ്യം കണ്ടെത്തി, നമ്മുടെ ഇന്ന മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു ഓൺട്രപ്രണർ പ്രത്യേക മേഖലയിൽ റോബോട്ടിക്സ് ഉണ്ടാക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ആകാൻ പോകുന്നത്. AI ഡ്രിവൺ റോബോട്ടിക് ഉണ്ടാക്കുന്ന ആളാണ്. അതായത് ലക്ഷ്യം അതാണെന്ന് വിചാരിച്ചു. ഇനി എന്തൊക്കെയാണ് അതിനുവേണ്ടി ആക്ഷൻ എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഏറ്റവും അധികം ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന മേഖല എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നല്ല ആഗ്രഹമുണ്ട്, നല്ല മിഷനുണ്ട്, പക്ഷേ ഈ ഗോളിനെ ചേസ് ചെയ്യുന്ന യാത്രയിൽ ഒരാഴ്ച കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിജയത്തിൽ അടുത്ത് കഴിയുമ്പോൾ തന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥ. ധാരാളം കഥകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. മെക്സിക്കോയിലൊക്കെ ഉള്ള പല കഥകൾ, മൈൻസ്, ഗോൾഡ് മൈൻസ് ഒക്കെ മൈൻ ചെയ്യാൻ പോയ ആളുകൾ, പലരും മൈൻ ചെയ്ത് ആ ഗോൾഡിൻ്റെ ഖനിയുടെ റിസോഴ്സ് തൊട്ടടുത്ത് ചെന്നപ്പോൾ നിർത്തിപ്പോയിട്ട് ഉള്ള കഥകളുണ്ട്. അപ്പോൾ അവർ കിട്ടിയ പൈസയ്ക്ക് വേറെ മൈനേഴ്സിനത് വിൽക്കുന്നു. അവർ മൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ദിവസങ്ങൾക്കകം വലിയ നിധി കണ്ടെത്തുന്നതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സിസ്റ്റം വേണം. ഒരു ഹൈ പെർഫോമൻസ് കോച്ച് എന്ന് ഏറ്റവും അധികം ആളെ സഹായിക്കുന്നത് ഈ മേഖലയിലാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം അനുസ്യൂതം നിർത്താതെ യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. കാരണം നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാം ഒരു ഓട്ടോമേറ്റഡാണത്. അപ്പോൾ ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് പല്ല് തേക്കുക, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ടു നെക്സ്റ്റ് കുളിക്കുക. ഇതൊന്നും പ്രത്യേകിച്ച് നമ്മളെ ആരും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്തു. ആ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടായി. ഇപ്പോൾ 6 മണിക്ക് ദിവസം എഴുന്നേൽക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ ആൾ എഴുന്നേൽക്കും. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ? 3 മണിക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ആരും നിർബന്ധിക്കേണ്ട, അലാം പോലും വെക്കേണ്ട. കാരണം എൻ്റെ ലൈഫിൻ്റെ വളരെ തുടക്ക നാളുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റം എൻ്റെ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യപ്പെടണം. സിസ്റ്റം എന്ന് പറയുന്നത് ആരും കമ്പൽ ചെയ്യാതെ, ഒരാൾ പറയാതെ, മക്കളോ ഭാര്യയോ ഭർത്താവോ ടീച്ചേഴ്സോ പറയാതെ ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. ഈ സിസ്റ്റം നമുക്കൊരു 7 ദിവസം മുതൽ 66 ദിവസം വരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിസ്റ്റവും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ 7 ദിവസം കൊണ്ട് തന്നെ ഒരു പുതിയ ഹാബിറ്റിലേക്ക് വന്ന ആളുകളുണ്ട്. 66 ദിവസം കൊണ്ട് വരെ ഹാബിറ്റ് ബിൽഡ് ചെയ്യപ്പെട്ട് പോയിട്ടുള്ള കേസസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 7 to 66 ഡേയ്സ് ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഹാബിറ്റ് ഫോം ചെയ്യാൻ സാധിക്കും. ഞാൻ ഹാബിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡാണ്. വേറൊരാളുടെ സഹായമില്ലാതെ നമ്മൾ ചെയ്യുക. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ സ്വന്തമായി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കും? നാളെയും അടുത്ത മാസവും അടുത്ത ആഴ്ചയും അടുത്ത വർഷവും എല്ലാം ചെയ്ത് നമ്മുടെ ഗോളിൽ എത്തുന്നവരെ നമുക്ക് വേറൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് 7 സ്റ്റെപ്പുകൾ നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മെൻ്ററിംഗ് മെക്കാനിസത്തിൽ 7 സ്റ്റെപ്പുകൾ നമ്മൾ അവരെ ആ ജേർണിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നിഷ് ഏരിയ കണ്ടെത്തുക എന്നുള്ളതും, രണ്ടാമത് നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. ഈ 2 മൈക്രോ അല്ലെങ്കിൽ നിഷ് ഏരിയ, മൈക്രോ ഏരിയ അല്ലെങ്കിൽ നിഷ് ഏരിയ കണ്ടെത്തുക, 2 മൈക്രോ സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഏത്
ലോഫ്റ്റി ആയിട്ടുള്ള ഗോൾസും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾ വിചാരിക്കും പണം ഉണ്ടാകുന്നതാണ് ഹൈ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു ജോലിയിൽ വളരെ സക്സസ് ആയി ചെയ്യാൻ കഴിയുന്നതാണ് ഹൈ പെർഫോമൻസ്. അതല്ല, അല്ലെങ്കിൽ പറയും വളരെയധികം ഫേമസ് ആകുക എന്നുള്ളത് ഹൈ പെർഫോമൻസ്. ക്രിക്കറ്റ് താരങ്ങളെ കാണുന്നു, സിനിമ താരങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ വലിയ സയന്റിസ്റ്റിനെ എല്ലാം കാണുന്നു. നമ്മൾ വിചാരിക്കുന്നവർ വളരെ സക്സസ്ഫുൾ ആണ്, പക്ഷേ പിന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല മേഖലകളിലും അവർ അസംതൃപ്തരും പരാജിതരുമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഹൈ പെർഫോമൻസിൽ ഒരിക്കലും അതല്ല ഹൈ പെർഫോമൻസ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പണം ഡെഫിനറ്റായി വേണം. പണം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 7 മേഖലകളുണ്ട്. കുറേ പണമുണ്ട്, പക്ഷേ സന്തോഷമില്ലെങ്കിലോ? അതെ, തീർച്ചയായും. കുറേ പണമുണ്ട്, പക്ഷേ നമ്മൾ സംസാരിക്കാനും നമ്മെ നമ്മൾ ചേർത്ത് പിടിക്കാനും ആരുമില്ലെങ്കിലോ? സമൂഹത്തിൽ വലിയ പൊസിഷൻസ് ഉണ്ട്, പക്ഷേ എപ്പോഴും സ്ട്രെസ്സാണെങ്കിലോ? അപ്പം അതുകൊണ്ട് ഒരു 7 തരത്തിലുള്ള മൈൻഡ് സെറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കോഴ്സുകളെല്ലാം അതിനെക്കുറിച്ച് ഹാപ്പിനെസ് മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഞാൻ പറയും ഹൈ പെർഫോമൻസ് ഈസ് എ മൈൻഡ് സെറ്റ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹൈ പെർഫോമർ ആകണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ നമുക്ക് വേണ്ടത് ചീപ്പായിട്ടുള്ള രീതിയിൽ ഹൈ പെർഫോമർ ആകാൻ ശ്രമിക്കുക. ആൾക്കാർ വിചാരിക്കും ഓക്കെ ഹൈ പെർഫോമർ ആകാൻ അതൊക്കെ ചെയ്താൽ മതി, പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. ഹൈ പെർഫോമൻസ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഇപ്പോൾ 1 കോടി ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ എനിക്കൊരു 10,000 രൂപ പോലും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ മെൻറ്റർക്ക് കൊടുക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഹൈ പെർഫോമർ ആകില്ല. ഇപ്പോൾ ഹൈ പെർഫോമൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഞാനത് ആയി എന്നുള്ള വിശ്വാസത്തോടെയാണ് ആരംഭിക്കേണ്ടത്. കാരണം പല ആളുകൾക്ക് സംശയമാണ്. സംശയത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. അപ്പോൾ മൈൻഡിൻ്റെ പവറും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, അതുകൊണ്ട് നിശ്ചയ ഐഡൻറ്റിഫിക്കും. ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ കഴിഞ്ഞാൽ പല ആളുകളെയും ഞാൻ അതൊന്ന് ഫിൽറ്റർ ചെയ്ത് ഞാൻ പുറത്തേക്ക്, പിന്നെ ഞാൻ അവരെ കൺസൾട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് മനസ്സിലാവും ഇവർക്ക് ആ പാഷൻ ഇല്ല, അത് ജെന്യൂൻ ആയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് അവരെ പിന്നീട് കൺസൾട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ചില ആളുകൾ നമുക്ക് മനസ്സിലാക്കി ഇവർക്ക് ആ ലക്ഷ്യത്തെ നേടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജ് ആ ക്ലാരിറ്റിയിലേക്ക് ഫോക്കസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ജീവിതത്തിൽ വലിയ ഗോളുണ്ട്, പക്ഷേ ഇന്ന് എന്ത് ചെയ്യണമെന്ന ക്ലാരിറ്റി വരുന്നില്ലേ? അതാണ് ഇന്ന് പലരും നേരിടുന്ന കൺഫ്യൂഷൻ. വലിയ ഗോൾ ഉണ്ടാക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഓരോ ദിവസവും എക്സിക്യൂട്ട് ചെയ്യേണ്ട മൈക്രോ സ്റ്റെപ്സ് എന്താണെന്ന് അറിയണം. ദിസ് ഇസ് ഡോക്ടർ പോളി മാത്യു, ഇന്ത്യസ് ഫസ്റ്റ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ് കോച്ച്. ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ദ മൈക്രോ അസൻ മെത്തേഡ്. അതിലൂടെ അവെയർനെസ്, നിങ്ങളുടെ ചിന്തകളെ സ്കാൻ ചെയ്ത് ഇന്ന് ചെയ്യേണ്ട സിംഗിൾ മൈക്രോ ആക്ടിവിറ്റി കണ്ടെത്താൻ സഹായിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന കൺഫ്യൂഷൻ മാറ്റാനുള്ള ഈ മൈക്രോ സിസ്റ്റം ലഭിക്കാൻ താഴെ കാണുന്ന ലിങ്കിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.